ആ കിടക്കുന്ന മൊത്തം ശവപ്പെട്ടികളാണ്. അതിൻ്റെ ഉള്ളിൽ ഡെഡ് ബോഡീസും ഉണ്ട്. അവരിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. ദിസ് ഈസ് ഒറിജിനൽ സ്കെൽട്ടൺ. യെസ്. ഇതാണ് ബ്ലാക്ക് മഷ്റൂം. കേറി വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ബ്ലൂ സോയിൽ. ഇതിൽ കൂടി വെള്ളം വരുന്നുണ്ട്. 2 കൈയും പിടിച്ചു വേണം പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. അയ്യോ, ഇതെങ്ങനെ ഇറങ്ങും? Oh, kasi kapag YouTube pala, no? Watch your head. അപ്പോൾ പാമ്പിന്റെ തലയാണ് ഇത് ഈ കാണുന്നത്. കേട്ടോ, അതേടെ ഇവിടെ വെള്ളം വീഴുന്നു. അതായത് പുറത്തും മഴ പെയ്യുന്നുണ്ട്. കേവിൻ്റെ ഉള്ളിലെത്തിയ മഴ, താഴത്തോട്ട് വെള്ളം നിറയുന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിലിപ്പീൻസിലെ സക്കാഡ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ദേ ഈ കാണുന്ന ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇനി ദേ ഈ ഓട്ടോയിൽ കയറി നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോവാണ്. ബജാജിൻ്റെ ഓട്ടോ ഉണ്ടോ? ബജാജ്. ഓ, ഇത് നല്ല കയറ്റം ഉണ്ടല്ലോ. നമ്മൾ മെയിൻ റോട്ടിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റേയിലോട്ടാണ്. ഇന്ന് താമസിക്കുന്ന സ്ഥലം. ഈ ഓട്ടോറിക്ഷയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല കാണാൻ വൃത്തിയുണ്ട്. കണ്ടോ, മറ്റേ വേസ്റ്റ് ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വാതിലൊക്കെ ഉണ്ട്. എന്ത് തുറക്കാം. ബാക്കിൽ കണ്ടോ സ്പേസ് ഉണ്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. യെസ്, സ്ഥലത്തി. ഇതെന്താ മലയോ പാറ? ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. ഇത് കണ്ട, അപ്പുറത്ത് വലിയൊരു ബിൽഡിങ്, ഇപ്പുറത്ത് വലിയൊരു പാറ. വെരി ഇൻട്രസ്റ്റിംഗ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് റിസപ്ഷൻ. ചെക്ക് ഇൻ ടൈം 1 മണിക്കാണ്, പക്ഷേ 12:15 ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ചെക്ക് ഇൻ തന്നിട്ടാ. യെസ്, അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മുടെ സ്റ്റേ വരുന്നതിൻ്റെ പുറയിലും കണ്ട, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നോക്കട്ടെ, ഇവിടെ കുറേ പട്ടികളുണ്ട് കേട്ടോ. അല്ല, മ്യാമിയല്ലോ, ബഹു മാറിപ്പോയി പട്ടി. ഇത് മൊത്തത്തിലൊരു മൗണ്ടൈൻ പ്രൊവിൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേകളും അല്ലെങ്കിൽ വീടുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു താഴ്വാരമാണ് താഴെ കാണുന്നത്. നല്ല കൊക്കെയാണല്ലോ. നദി വല്ലതും പോകുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ സൈഡിലാണ് നമ്മുടെ റൂം. അയ്യോ, അതേ ആരോ വരുന്നു. ആ, ഇവിടെ എങ്ങാണ്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. 2 ബെഡൊക്കെ ഉണ്ടല്ലോ. യെസ്, ഇതിന് 1500 പെർസോണ്ട് റേറ്റ്. ഇതാണ് ബാത്റൂം. ഓ, ഇവിടെ യൂറോപ്പിനുണ്ട്. കഴിഞ്ഞ തവണ പണി കിട്ടിയാണ്. യെസ്, ഇവിടെ നിന്ന് ഇങ്ങനൊരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ. വാവ്, കൊള്ളാലേ, അടിപൊളി. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ. യെസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആവുന്നു. ഡ്രസ്സൊന്നും മാറ്റില്ല, ഇത് തന്നെ ഇട്ടങ്ങ് പോവാണ്. കാരണം ഇനി കാട്ടിലും മേട്ടിലും ഗുഹയ്ക്കുള്ളിലൊക്കെ ഇറങ്ങാൻ പോവാം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി, ഒന്ന് ബാഗൊക്കെ അവിടെ വെച്ച് കളസൊക്കെ മാറി ചെറിയ ബാഗിൽ ഒരു കുപ്പി വെള്ളവും പവർ ബാങ്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. നമ്മൾ ഇത്രയും ദിവസം ചെരുപ്പ് ഇട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ, അതുകൊണ്ട് എൻ്റെ കാലം അത് ഉരഞ്ഞ് പൊട്ടി. സൗകര്യം അതായിരുന്നു. അപ്പോൾ എൻ്റെ ആകെ ഒരു ഷൂ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ അത് എടുത്തിട്ടു. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മളൊരു ഗുഹയുടെ ഉള്ളിലോട്ടൊക്കെ പോകുന്നുണ്ട്. സമാജിൻ കേവ്, പിന്നെ ബ്ലൂ സോയിൽ, കിടിലൻ കാഴ്ചകൾ കാണാൻ പോവാണ്. പിന്നെ ഒരു ഹാങ്ങിങ് കോഫിൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവം കാണും. അതൊക്കെ ട്രക്ക് ചെയ്ത് പോകണം. അപ്പോൾ ട്രക്കിന് പറ്റിയ ഷൂ അല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരഞ്ഞ് താഴെ തെന്നി വീഴുമെന്നൊക്കെ അറിയത്തില്ല. കാലം ഒരേയാടെ ഇരുന്നാൽ മതി, മറ്റേ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, വരുന്നിടത്ത് വെച്ചേ കാണാം. യെസ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 1 മണിയാണ്. ഇത് വേറെ ലഗേജ് കൊണ്ടുപോകുന്ന വണ്ടിയാന്ന് തോന്നുന്നു. ഇവിടേക്ക് ഫുള്ള് വാഴ കൃഷിയുണ്ട്. അവരുടെ വീട് ഒക്കെ കാണാം. വാഴയും കരിമ്പും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഫിലിപ്പീൻസിലെ യാത്ര കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഒട്ടും റെസ്റ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കപ്പിച്ചും ഒക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ടൈം പോലും തെറ്റിപ്പോണ്. കൃത്യമായിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ പ്രശ്നമുണ്ട്. അത് പിന്നെ എല്ലാ യാത്രയുണ്ട്. ഏറ്റവും പ്രശ്നം റെസ്റ്റ് ഇല്ലാത്തതാണ്. കാരണം ഫുൾ ടൈം ട്രാവൽ ഭയങ്കര കൂടുതലായിപ്പോയി. ചെറിയ സമയത്തിനുള്ളിൽ മാക്സിമം സ്ഥലം കാണാമെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇത് വേറെ കമ്പനിയാണല്ലോ. എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഓക്കെ, ലെറ്റ്സ് ഗോ. ഓട്ടോറിക്ഷയിൽ നമ്മൾ ആ ഒരു മെയിൻ ജംഗ്ഷനിലോട്ട് വന്നു. നമ്മുടെ ഗൈഡ് ഈ മച്ചാനാണ്, ജസ്റ്റോണിയോ. ഐ ഫോർഗെറ്റ് യുവർ നെയിം. ജസ്റ്റോണി. ഓക്കെ. പുള്ളിയായിട്ടാണ് നമ്മൾ പോകണേട്ടാ. ഇവിടെ ഒരു ടൂറിസം ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട് സഗാഡയുടെ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓതറൈസ്ഡ് ഗൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എടുത്താണ്ട. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് കാണാം. അതിൻ്റെ അപ്പുറത്ത് പിള്ളേർ വോളിബോൾ കളിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ നടക്കുന്ന വഴിയുണ്ട്, നല്ല രസമല്ലേ.
ദൈവം മഴ പെയ്യുമെന്ന് തോന്നണേ. എല്ലാ ദിവസവും വൈകിട്ടും മഴയുള്ളതാണ്, പണി കിട്ടുമെന്ന്. നമ്മൾ കേവിലൊക്കെ ഇറങ്ങുമ്പോൾ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇതൊരു കാത്തലിക് ചർച്ചാണ്. ഈ സഗാഡയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ്. ഏതാണ്ട് 80 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു പള്ളിക്ക്. ഇത് സെൻറ്റ് മേരീസ് വെർജിൻ ചർച്ചാണ്. അതുപോലെ ഈ ഒരു ചർച്ചിൻ്റെ രൂപം വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഇവിടുത്തെ അമേരിക്കൻസ്, അതുപോലെ ജാപ്പനീസ്, പിന്നെ സ്പാനിഷ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ചാണ് ഈ ഒരു പള്ളി. കണ്ട, അടിപൊളി പള്ളി കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് കണ്ട, നോ ഗൈഡ് നോ എൻട്രി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഗൈഡില്ലാണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. യെസ്, നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മളിത് നടന്നിങ്ങ് വരുമ്പോൾ ഇവിടെ ഒരു സെമിത്തേരി ഉണ്ട് കേട്ടോ. ദ ചർച്ച് ഓഫ് സെയിൻറ്റ് മേരി ദ വെർജിൻ. നമ്മളിപ്പോൾ കണ്ട പള്ളിയുടെ ഭാഗമായിട്ടുള്ള സെമിത്തേരിയാണ്. ഈ മലയുടെ മുകളിലാണ് ആ സെമിത്തേരി ഉള്ളത്. ഇവിടെ പള്ളിയുടെ ഭാഗമാണെങ്കിലും എല്ലാവരെയും ഇവിടെ അടക്കം ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രീ ആണ്, അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. നമ്മളെ കുറച്ചിങ്ങ് കയറി വന്നപ്പോൾ ഇത് കണ്ടോ, ഇതൊരു മലയാണ്. അപ്പോൾ ഈ മലയിലാണ് ഈ ഒരു സെമിത്തേരി ഉള്ളത്. ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ ഈ സോൾജേഴ്സിൻ്റെ ഉണ്ട്, അവരുടെ കല്ലറകളാണ്. ഇവിടെ കണ്ട, 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഒരു സൈനികൻ്റെ കല്ലറ ഇവിടെ കാണാട്ടോ. അതുപോലെ കുറച്ചൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്, അതൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് അമേരിക്കൻ മിഷണറീസ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ സ്റ്റൈല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്ത് മഴ. ഇത് നോക്കി, എൻ്റെ പൊന്നു, കിടിലനല്ലേ വ്യൂ, നല്ല രസമുണ്ട്. ആ മഴ ഇങ്ങോട്ട് വന്ന പണിയാവുമല്ലോ. നമ്മളെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ട, പാറ നോക്കി, അതിൻ്റെ ഷേപ്പൊക്കെ നോക്കി, എൻ്റെ പൊന്നു ഇത് കണ്ട, എന്തോ വ്യത്യസ്തകരമായ ഷേപ്പൊക്കെ ഇല്ലേ. എന്തായാലും ഹെവി മഴ ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു, മൊത്തം നനഞ്ഞ് കുളിക്കില്ലെങ്കിൽ. യെസ്, അപ്പോൾ നമുക്കിനി അതാണ് വഴി. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കണം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഭയങ്കര നിശബ്ദതയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് കേൾക്കുന്നത്. എന്താ, ഓ നല്ല രസമല്ലേ. നമ്മളെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ആ ഒരു സാധനം നമ്മളിന്ന് കാണാൻ പോകുന്ന ആ ഒരു സാധനത്തിൻ്റെ ഫസ്റ്റ് വ്യൂ ഇവിടെ നോക്കുമ്പോൾ കാണാം. ഇത് കണ്ടോ, ഹാങ്ങിങ് കോഫിൻസ്. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങാണ്ട് തൊട്ടടുത്ത് എത്തിയിട്ട് നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. ഇതേ ശരിക്കൊരു മല നമ്മൾ ഇറങ്ങുകയാണ്. ഇതേ അവിടം വരെ പോകണം, തിരിച്ച് നന്നായിട്ട് കയറണമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ഇവിടെ ഒരു സംഭവം കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കയറി നോക്കാം. യാ സ്ലിപ്പാവുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഓ, So this is one of our burial site here. Okay. But this is not the only one burial site in Sagada. We have so many burial sites. Okay. This is a original skeleton? Yes. Oh. But it is prohibited to touch. Okay. എൻ്റെ പൊന്നു, ഇതെന്താ, because it can cause you a bad omen. Inside more coffins. Yes. ഇതായിരുന്നു ആദ്യത്തെ രീതിയിൽ ഇവിടെയുള്ള ആൾക്കാർ ഈ ശ്മശാനം പോലെ, അതായത് ഒരു സെമിട്രിയാണ് ഈ സംഭവം. ആൾക്കാരെ അടക്കിയിരുന്നത് ഇങ്ങനെയാണ്. ശവപ്പെട്ടികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നു, തലയോട്ടി ഒറിജിനലാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് അധികമില്ല, ചെറിയൊരു ഗുഹയാണ് ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇവർ പണ്ട് ഈ ആളുകളുടെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്നത്. ഈ രീതിയിലായിരുന്നു. എൻ്റെ പൊന്നു, ഇത് നമ്മൾ നിൽക്കുന്ന വേണ്ട ഇങ്ങനൊരു പാറയുടെ അടിയിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇതാണ് മറ്റേത് ഹാങ്ങിങ് കോഫിൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കോഫിൻസ് താഴ്ത്ത് വെച്ചിരിക്കുന്നത്, ഗുഹയുടെ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കണ്ടാ. യെസ്, ഇനി ഹാങ്ങിങ് കോഫിൻസ് കാണാൻ പോകും. അതാണ് പ്രശസ്തമായ സംഭവം. ഇതിനിപ്പോൾ ഇവർ പറയുന്നത് ഏതാണ്ട് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് കേട്ടോ. അയ്യോ, ഡെഡ് ബോഡി. ഞാൻ പോട്ടെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പുള്ളി അങ്ങോട്ട് താഴ്ത്തോട്ട്. ഇത് നോക്കി, എൻ്റെ പിന്നെ ഈ മലക്കൊക്കെ എന്തോ പ്രത്യേകത ഉണ്ടെന്നുണ്ട്. ഈ ചുണ്ണാമ്പ് പറയണം, പെട്ടെന്ന് കൊത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ മൊത്തം പാറകളാണ് ഈ കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ വല്ല വേസ്റ്റ് ഇട്ട പോലെ തോന്നല്ലേ. ഇതൊക്കെ പാറയാണ്, വെളുത്തിരിക്കുന്നതൊക്കെ പാറയാണ്, പാറയുടെ പീസ്. അതിൻ്റെ ഇടയിൽ വേസ്റ്റും ഉണ്ട്. ഒരു പട്ടി പോകുന്നു. യെസ്, ഇതുണ്ട, ഇവിടെ ഉണ്ടോ നമുക്ക് പോകേണ്ട. ഇല്ല കിടക്കണ സാധനം ഡെഡ് ബോഡീസാണ് ആ തൂക്കി ഇട്ടിരിക്കുന്നത് ആ ഭാഗത്ത്. ശരിക്കും ഇവിടെ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ പേടിയാവട്ടെ. ഗൈഡിനെ ഒപ്പം വിടുന്നത് നന്നായി. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. ഇത് നോക്കി കാണിച്ചു തരാം. ഇതുണ്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കി. ഒറ്റക്ക് വന്ന പേടിയാവുന്നു, അതേപോലെയാണ്. ഇനി നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് മുകളിലോട്ട്, കുറച്ചുള്ളൂ ഈ കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട, ഹാങ്ങിങ് കോഫിൻസ്. ഇതാണ് ആ ഒരു സ്ഥലം. ആ കിടക്കുന്ന മൊത്തം ശവപ്പെട്ടികളാണ്. അതിൻ്റെ ഉള്ളിൽ ഡെഡ് ബോഡീസും ഉണ്ട്.
എൻ്റെ മോനെ ഈ കാണുന്ന വലിയ മലയുടെ സൈഡിൽ അവരിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുതരാം. ദേ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് കണ്ടോ, അതിൻ്റെ മുകളിലും ഉണ്ട് കുരിശും വെച്ചിട്ടുണ്ടല്ലോ അവിടെ കണ്ടോ. ഇവിടെ പല ടൈപ്പ് കാണാൻ പറ്റും, പല സൈസിലുള്ളത്, നീളത്തിലുള്ളതുണ്ട്, സാധാരണ ശവപ്പെട്ടികൾ പോലെ തന്നെ. പിന്നെ ഇവിടെ ചെറുതൊരെണ്ണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ രീതിയിൽ ബോഡികളാക്കിയിട്ട് അവർ അടക്കം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ചെറുത് ഇങ്ങനെ ഇരിക്കണം, ആ ഒരു രൂപത്തിലാക്കിയിട്ട് അടക്കം ചെയ്യും. പിന്നെ ദേ ഇവിടെയൊക്കെ നോക്കിയാൽ ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ മലയുടെ സൈഡിൽ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ ഈ കൻകനായി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഗുഹയില്ലേ, ഗുഹക്കുള്ളിലായിരുന്നു ഇവർ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ വൈൽഡ് ആനിമൽസ് ഉണ്ട്, ഇത് വന്ന് ഈ അടക്കം ചെയ്ത ഇതൊക്കെ ഭക്ഷിക്കാനും അത് വൃത്തികേടാക്കാനും മോശമാക്കാനൊക്കെ തുടങ്ങിയ ശേഷം അവർ തീരുമാനിച്ചു ഈ രീതിയിൽ പരീക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു വിഭാഗം ആൾക്കാർ പിന്നീട് ഈ ഒരു പാറയുടെ സൈഡിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഏതാണ്ട് 25ഓളം ഡെഡ് ബോഡീസ് ഉണ്ട്. ഹാങ്ങിങ് കോഫിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഇതുവരെ ഒരു ആർക്കിയോളജിക് സർവേ സ്റ്റഡീസ് ഒന്നും നടക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഇയർ അറിയത്തില്ല. പക്ഷേ ഏതാണ്ട് 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഹാങ്ങിങ് കോഫിൻ എന്ന് പറയുന്നത്. കണ്ട, കോഫിൻ എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്ന പേര്. അപ്പോൾ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഹാങ്ങിങ് കോഫിൻ. എന്തൊക്കെ കാഴ്ചകളല്ലേ കാണാനുള്ളത്. ഒരു സെമിത്തേരിയാണെന്ന് ഓർക്കണം, വ്യത്യസ്ത തരം സെമിത്തേരി അല്ലേ. നമ്മൾ ആധുനിക കാലത്ത് സെമിത്തേരി ഇപ്പോൾ വന്ന വഴിക്ക് കണ്ടു. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വ്യത്യസ്തമായ ഒരു സെമിത്തേരിയാണ് സംഭവം. രക്ഷയില്ലട്ടാ. ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇരുമ്പോ എന്തോ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്, 2 ഇത് കണ്ട, അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് കയറിട്ട്, കയറല്ല കമ്പിയൊക്കെ ഇട്ട് കെട്ടി, കയറാണോ കമ്പിയാണെന്ന് മനസ്സിലാവണില്ല. ആ കയറാണ് കയറിട്ട് കെട്ടി വെച്ചേക്കാണ്. കണ്ട, ഇരുമ്പിൻ്റെ സാധനം അടിച്ച് കയറ്റി വെച്ചിട്ട് കയറിട്ട് കെട്ടി വെച്ചേക്കാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പേരുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, മരിച്ച ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്, കുരിശൊക്കെ കാണാം. ഇത് വലിയ മലയാണ്, ഇത് കണ്ടോ, ഈ മലയുടെ സൈഡിലാണ് ഇങ്ങനെ കാണുന്നത്. അയ്യോ, ഇങ്ങോട്ടും അങ്ങ് ഫോറസ്റ്റ് പോലെ കിടക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട ഹാങ്ങിങ് കോഫിൻസ് ആണ് ഈ മല. അതുപോലെ ഈ കാണുന്ന മലയൊക്കെ ഉണ്ട്, അതിൻ്റെ താഴത്തോട്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അത് നമുക്ക് വേറൊരു ട്രിപ്പിൽ വരാം. അതിൻ്റെ അവിടെ അണ്ടർഗ്രൗണ്ട് റിവറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കിടിലം കഴിച്ചായിരിക്കും, അത് വേറൊരു ടൈമിൽ പോകാം, ഇപ്പോൾ ടൈമില്ല. അതുപോലെ ഈ ഹാങ്ങിങ് കോഫിൻസ് ഈ സൈഡിലൊക്കെ ഉണ്ട്, അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തു കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ആകെ വരാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും ഈ കാണുന്ന ഹാങ്ങിങ് കോഫിൻസ് മാത്രമാണ്. അതിനുള്ള പെർമിഷനേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ബ്ലൂ സോയിൽ കാണുന്നത്. ബ്ലൂ സോയിൽ എന്താണെന്നറിയാമോ? അത് കിടില സ്ഥലമാണ്. ഈ മഴ പെയ്ത അലമ്പാകുമെന്ന് അറിയത്തില്ല. അത് നല്ല സ്റ്റീപ്പാണ്, ഹെവി ആയിട്ട് കയറാനുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അയ്യോ എന്താണ്, എവിടെ കണ്ടാലും പേടിയാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, കിടക്കണം കണ്ട ഹാങ്ങിങ് കോഫി. ഇത് ഹാങ്ങിങ് കോഫിൻസ് അല്ല, ഇത് നമ്മുടെ ഗുഹയ്ക്കുള്ളിൽ വെച്ചേക്കാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത്. നമ്മളെ നടന്ന് ആദ്യം ഫോട്ടോ എടുത്ത ഭാഗത്തെത്തി. അപ്പോൾ നോക്കുമ്പോൾ ഇത് കണ്ട, അവിടെ നിന്ന് കോട ഇങ്ങനെ ഒഴുകി വരുന്നു. കിടിലം വ്യൂ അല്ലേ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ സഗാഡ ടൗണ് ഏരിയയൊക്കെയാണ്. എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നപ്പോഴേ വേറൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പിങ്ക് കളർ ഉണ്ട എവിടെ, ഇത് അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ വന്നേക്കണേടാ. മഷ്റൂം ഇസ് ഫോർ ഈറ്റിംഗ്. ആ ഓക്കെ, കഴിക്കാൻ പറ്റുന്ന സാധനം, പോയ്സണസ് അല്ല. ഓക്കെ, നമ്മൾ ആ സെമിത്തേരി വഴി തന്നെ ഇറങ്ങി വന്നിട്ടോ. ഇതുണ്ട, ഇത് പുതിയ കാലത്തെ സെമിത്തേരി, നമ്മളിപ്പോൾ കണ്ടത് പഴയ കാലത്തെ സെമിത്തേരി. എന്തൊക്കെയാണല്ലേ. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വേണ്ടി ഇതേ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറകിലായിരുന്നു സീറ്റ് അറേഞ്ച് ചെയ്ത്, ഞാൻ നൈസായിട്ട് ഫ്രണ്ടിലോട്ട് മാറി, കാരണം ഇവിടെ ഇരുന്നാൽ നന്നായിട്ട് കാഴ്ച കാണാലോ. വാട്ട്സ് യുവർ നെയിം? Edward. Yes, I see the ID. Okay, let's go. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് ബ്ലൂ സോയിൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ വ്യത്യസ്തരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ആ ഒരു ജംഗ്ഷൻ. സഗാഡ മുനിസിപ്പൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ, പിന്നെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഇതേ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഗൈഡിനെ എടുക്കേണ്ടത്. ഗൈഡ് ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഇവിടുത്തെ ഒരു റൂളാണ്, എൻട്രി കിട്ടത്തില്ല ഒരു സ്ഥലത്തോട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരാളെ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. നല്ലതാണ്. 2 കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ആ ഒരു വിഷയം.
കാരണം നമ്മുടെ അവിടെ ഇത് പരീക്ഷിക്കാന്നേ ഉള്ളൂ. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഒരുപാട് ടൂറിസ്റ്റ് വരില്ലേ, എത്ര ജോലി സാധ്യതകളാണ്. അപ്പോൾ അവർക്ക് ജോലി കിട്ടുന്നത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഇതേപോലെ ജീപ്പ് ഡ്രൈവേഴ്സ്, ഇപ്പം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു വാനല്ലേ, ആ ഡ്രൈവർ, അതുപോലെ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അത്, ഹോം സ്റ്റേസ്, റിസോർട്ടുകാർ, ഇതെല്ലാം കണക്റ്റഡാണ്. ശരിക്കും ഒരു അടിപൊളി കൺസെപ്റ്റാണ്. നമ്മൾ അതൊന്ന് ആലോചിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ കടക്കാർ, ഷോപ്പ്, പെട്ടിക്കട വരെ എല്ലാവർക്കും വരുമാനം കിട്ടുന്ന, ജോലി ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ടൂറിസം കൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അടിപൊളി പരിപാടിയാണ്. നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന സംഭവം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ സോയിൽ എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നീല മണ്ണ്. അതായത് ഈ കോപ്പറിൻ്റെയൊക്കെ അംശം ഉള്ളതുകൊണ്ട്, കോപ്പർ മാത്രമല്ല സൾഫറും അയണൊക്കെ മിക്സാണ്. അതുകൊണ്ട് അവിടുത്തെ മണ്ണ് നീല കളറായിരിക്കും. ഭയങ്കര വ്യത്യസ്ത കാഴ്ചയായിരിക്കും. നല്ല ട്രക്കിംഗ് ഉണ്ട് കേട്ടോ, അതാണ് ഒരു പ്രശ്നം. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഹെവി ട്രക്കിംഗ് ഉണ്ട്. അതിന് ശേഷം ഒരു 40 മിനിറ്റ് തോന്നണം. എത്ര മിനിറ്റ് എടുക്കുമെന്നൊക്കെ നോക്കാം. ഞാൻ കയറി വരുമ്പോൾ ഒരു വഴിയാവും, നോക്കാം. എൻ്റെ ഒരു പ്രാർത്ഥന ഒറ്റ കാര്യമുള്ളൂ, മഴ പെയ്താൽ നമുക്ക് മൊത്തത്തിൽ പണിയാവും. അത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഭംഗിയുള്ള കാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിലും മഴ പെയ്താലേ, മഴക്ക് മുമ്പ് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഇപ്പോൾ സമയം 2:30, ഉച്ചക്ക് 2:30. പക്ഷേ കണ്ടാൽ പറയത്തില്ല 2:30 ഇവിടുത്തെ ഈ ഏരിയയൊക്കെ ഭയങ്കര രസമുണ്ട്. ഇത് കണ്ട, മലയോര പ്രദേശം ആയതുകൊണ്ട് വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുള്ള റൂട്ടൊക്കെ ഉണ്ട്. ഇത് റോഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട, ഫുള്ള് കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് നാൾ നിന്നോളും, പെട്ടെന്ന് അങ്ങ് പോകത്തില്ല. എന്തായാലും നല്ല രസമുണ്ട്. അടിപൊളി കാഴ്ചകളും കണ്ട് നമ്മൾ ഫിലിപ്പീൻസിലെ സഗാഡയിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ വടിയൊക്കെ കിട്ടും, നമുക്ക് കുത്തിപ്പിടിച്ച് കയറാൻ പറ്റിയത്. വേറെ ടൈപ്പ് ഉണ്ടോ? ബിഗ് വൺ. ഇപ്പോൾ സമയം 2:30 കേട്ടോ, ഉച്ചക്ക് 2:30. പക്ഷെ കണ്ടാൽ പറയത്തില്ല 2:30 നമ്മുടെ വണ്ടി ഇവിടെ ഇടും. നമ്മളപ്പോൾ വടിയൊക്കെ എടുത്തിട്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ ആ ഭാഗത്തോട്ട് കണ്ടാൽ പോകണം. ഏതാണ്ട് 40 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ നടന്നെത്തുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കുമായിരിക്കും. നോക്കാം. അപ്പോൾ നമ്മുടെ ട്രക്കിങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതേ കാണുന്ന മല മൊത്തം കയറാൻ പോവാണ്. നമ്മൾ സഗാഡ ആ മെയിൻ ടൗണില്ലേ, അവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥലത്തെത്താം. ഇനി കുറേ മുകളിലോട്ട് കയറണം. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം കണ്ട, പെട്ടെന്ന് തെന്നിപ്പോകുന്ന മണ്ണാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഷൂവും അതേപോലത്തെയാണ്. സാധാ ഷൂ അല്ലേ, ട്രക്കിംഗ് ഷൂ അല്ല. ഇപ്പം തന്നെ തെന്നുന്നുണ്ട്. പാറയൊക്കെയാണല്ലോ ഇവിടെ നിറച്ച്. ഇതുണ്ട്, പാറയാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രിപ്പ് കിട്ടും. മണ്ണായാലാണ് പണി. ഇവിടെ വളരെ വ്യത്യസ്ത തരം പാറയൊക്കെ ഉണ്ട്. ഇത് പാറയാണ്. ഇതുണ്ട്, കണ്ടാൽ മണ്ണാണെന്ന് തോന്നും, പക്ഷെ ഇതെല്ലാം പാറ. ഇങ്ങനെ നടക്കുമ്പോൾ മണ്ണിൻ്റെ കളറ് മാറുന്ന കാണാം. ഇതുണ്ട, ചെറിയൊരു ബ്ലൂയിഷ് വരുന്നുണ്ട്. മുകളിൽ പോകുമ്പോൾ ഫുള്ളായിക്കോളും. നമ്മളിത് കുറച്ച് കയറി വന്നപ്പോൾ തന്നെ വ്യൂ ഉണ്ടോ നോക്കി. ഈ ഗ്രീനറി നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല രസമുള്ള പച്ച ഉണ്ടോ. ഇനിയും കയറാൻ കേട്ടാ, ഇതേ അങ്ങ് പോകണം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ പകുതി എത്തുമ്പോൾ ഇവിടെ ആരുടെയൊക്കെയോ വീടാണെന്ന് തോന്നുന്നു. കടയൊക്കെ ഉണ്ട്, വെള്ളം കിട്ടും, സ്നാക്സ് കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. അയ്യോ പട്ടി ഉണ്ടല്ലോ ഇവിടെ. ഇതേ ഇവരുടെ വീടല്ല, ജസ്റ്റ് കട മാത്രമേ ഉള്ളൂ. നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം, തണുത്ത വെള്ളവും പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഇതേ നമ്മുടെ എഗ്ഗ് ബോണ്ട. ഇറ്റ്സ് എ എഗ്. വാട്ട് ഈസ് ദ നെയിം ഹിയർ? Tokneneng. Yeah, tokneneng. Yeah, Tokneneng. Okay. In our language, മൊട്ട ബജി. മുട്ട ബജി. ഇവിടെ ഈ ചേച്ചിയുടെ കൂടെ വേറൊരു ടീം ഇരിപ്പുണ്ട്. ഇത് നോക്കി. Galing kayo sa taas? Sa Blue Soil? May nagbebenta pa doon? Wala na? കൊള്ളാലോ, കിളി ഇവിടെ വളർത്തുന്നതാണ്. ഓ, ഇത് നമ്മുടെ അടുത്തോട്ടൊക്കെ വരും കേട്ടോ. ഓടിപ്പോയി. ഇവിടെ 2 പട്ടിയുണ്ട് വേറെ. Wow. Any name? This one? Martinez. Yes. Oh, very nice name. ഇത് എൻ്റെ കയ്യിലോട്ട് വരുമോ നോക്കട്ടെ. വരുന്നില്ല. കൊള്ളാം. നെയിം ടങ്. ഓക്കെ, നേരത്തെ വേറെന്തോ പേര് പറഞ്ഞായിരുന്നു. ഇത് ടങ് കൊത്തോ.
ടെങ് ടെങ്. അയ്യോ. ഇത് ഈ ചേച്ചി വളർത്തുന്നതാണ്. നോക്കണ്ടട്ടാ. ഹലോ. വേണ്ട, ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ടെങ് ടെങ്. ഓക്കെ നൈസ്. ഇന്നേ വേറെ ആരും ഇല്ലെന്ന് തോന്നിട്ടാ, നമ്മൾ മാത്രമാണ് ഈ ട്രക്ക് ചെയ്യാൻ വന്നേക്കണേന്നാണ് തോന്നണം. സാധാരണ സ്ഥിരം ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്, പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പക്ഷെ ആരും കാണാനൊന്നുമില്ല വഴിയിൽ. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞുകൊണ്ടായിരിക്കും. ആകെയുള്ള പ്രശ്നം എന്താ പറയുക, തെന്നിപ്പോണ്. ഇപ്പം ഞാനിട്ടിങ്ങനെ സാധാ ഷൂ ആയതുകൊണ്ട് ഇത് ട്രക്കിംഗ് ഷൂ എന്നല്ലോ, അപ്പം പെട്ടെന്ന് തെന്നിപ്പോവും. അതൊരു പ്രശ്നമാണ്. നനഞ്ഞ് കിടക്കാനെല്ലാം. മഴയും കൂടി പോയതാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ നല്ലൊരു വീഴ്ച വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. പയ്യെ ഇറങ്ങാൻ എന്തായാലും നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഗുഹയ്ക്ക് ഉള്ളിലോട്ട് ഇറക്കാൻ, സമാജി കേവ് പോകാൻ. നമ്മൾ ഈ മരങ്ങളുടെയും ചെടികളുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോൾ സൂക്ഷിക്കണം, ഇതിനകത്ത് മുള്ളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തെന്നി കിടക്കണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലെങ്കിൽ സുഖമായിരുന്നു കയറാൻ. പിന്നെ ഈ മരത്തിൻ്റെ വേരൊക്കെ ഉണ്ട് കാണാൻ. ഇതുണ്ടോ, ഇവിടെ ചട്ടികളും തെന്നും. നോക്കി ചട്ടിലിങ്ങനെ പണി കിട്ടും. നമ്മൾ കുറച്ചിങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോൾ ഇതുപോലെ പരന്ന പ്രദേശമാണ്. ആദ്യം കുറച്ച് കയറാനുള്ളേ ഉള്ളൂ. ഞാൻ ആലോചിക്കായിരുന്നു 4 വർഷം മുമ്പ് 2021 നമ്മൾ മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയ ആൾക്കാരാണ്. ഇപ്പോൾ ചെറിയ മല കയറാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നല്ല പ്രായമുള്ളപ്പോൾ ഇതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് തീർത്തേക്കണം. കാരണം പ്രായം കൂടുന്തോറും ചിലപ്പോൾ മുട്ടുവേനയായി നടുവേനയായി വലിയ പാടായിരിക്കും. ഇപ്പോൾ സ്റ്റാമിന ഇല്ലാത്ത എക്സസൈസൊന്നും പ്രോപ്പറായിട്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വിചാരിച്ച അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ളൂ, നടക്കാൻ കുറച്ചുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ചെളിയുടെ പ്രശ്നമാണ് തെന്നിപ്പോണേൻ്റെ, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ വരുന്ന വഴികാട്ടിയുണ്ടല്ലോ, പുള്ളിയുടെ കയ്യിലൊരു കവർ കണ്ടോ, അത് കൂണാണ്. അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ കൂണ് കാണാം, അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് പുള്ളി. ഇറ്റ്സ് എ കൂൺ, മഷ്റൂം. ആ കൂണല്ല, ആ കൂണും മഷ്റൂമും ഒന്ന് തന്നെയല്ലേ. ഫോർ ഈറ്റിംഗ്, കുക്കിംഗ്, റൈറ്റ്? ആ ഓക്കെ. ഇതാണ് സാധനം കേട്ടോ, നമ്മുടെ ഇവിടെ കിട്ടുന്നത് തന്നെയാണ്. എന്താ മഷ്റൂം തിന്നാൻ പറ്റുന്ന ഉള്ളിൽ കുറേ ഉണ്ട്. പോണ വഴിക്ക് കാണുന്നൊക്കെ പറിക്കുന്നുണ്ട്. വീട്ടിൽ കൊണ്ടേ കറി വെക്കാമല്ലോ, അടിപൊളി പരിപാടി. ഇവിടുത്തെ കല്ലിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകത, കളറൊക്കെ കണ്ട. ഞാനിവിടെ നോക്കുമ്പോൾ കിട്ടിലൊരു വ്യൂ നോക്കി. എൻ്റെ അമ്മ, പുള്ളിയെ ഇവിടെ കുറേ നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ മഷ്റൂമേ, ഇവിടെയൊക്കെ കാണാട്ടോ. പക്ഷേ എല്ലാം പുള്ളി പറിക്കുന്നില്ല, കാരണം ചിലത് പോയിസണുണ്ട്. കണ്ടത് ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അതെല്ലാം തിന്നാനുള്ളതല്ല, അപ്പോൾ നോക്കി പറിക്കുക. ഇവർക്ക് അത് അറിയായിരിക്കും. വേരൊക്കെ പോയേക്കണ നോക്കി. ഇത് കണ്ട, ദേ ഇവിടെ നിന്ന് കിട്ടി ഒരെണ്ണം കണ്ട, സ്മോൾ വൺ. ഓ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട, അതിൻ്റെ ഉള്ളിലാണ് സംഭവം. അവിടെ നിന്ന് തിരഞ്ഞ് പിടിച്ചെടുക്കണം. ഇത് നമ്മളിതിൻ്റെ മുകളിൽ വന്നപ്പോൾ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട, ആൾക്കാർക്ക് സ്ഥിരം വരുന്ന മെയിൻ ഒരു സ്ഥലമാണ്. ഇത് നോക്കി ഇവിടുത്തെ വ്യൂ, ഏറ്റവും കിടിലല്ലേ. അപ്പോൾ ഈ കാണുന്നത് ഒരു തരം പൈൻ ട്രീ ആണ്. അതായത് ഇവർ പേര് പറയുക ബെൻഗറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് പൈൻ മരം പല ടൈപ്പ് ഉണ്ടല്ലോ, പല ഇനങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഫിലിപ്പൈൻസിൽ കാണുന്ന ഒരു ഇനം പൈൻ ട്രീ ആണ് ഇപ്പോൾ പുറകെ കാണുന്നത്. ബെൻടെക് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇതേ സാധനം പല വെസ്റ്റേൺ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പല ഇനങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. വാഗമണിലൊക്കെ പോയി കുറേ പൈൻ മരങ്ങൾ കാണാനില്ല. അതേപോലത്തെ ഉപയോഗിച്ച് പട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും കുറച്ചും കൂടി പോകാം. ആ പൈൻ ട്രീയുടെ ഭാഗത്ത് എത്തിയപ്പോഴേക്കും നമ്മൾ മറ്റേ കാഴ്ച കണ്ടു തുടങ്ങി. ദൂരെ ഒരു കളർ വ്യത്യാസം കണ്ട, അത് കാണാനാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് കയറി വന്നത്. ഓ ഇത് കണ്ട, ഇത് ലൈം സ്റ്റോൺ ആണ്, അതാണ് ഇങ്ങനെ ഇതായി പോകുന്നത്. ഇത് എവിടെ നിന്ന് ഒഴുകി വരുന്ന ആളാ? ഓ ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന. ആ ഓക്കെ, ഇത് കണ്ട, ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സാധനം കേട്ടോ. ബ്ലൂ സോയിൽ കണ്ടു തുടങ്ങി, ഫസ്റ്റ് വ്യൂ ആണത്. ഇതുണ്ട്, ആ വെള്ളം ഒഴുകി വരുമ്പോൾ ആ നീലല്ല പച്ച പോലെ തോന്നണേ, ആ മണ്ണും ഒഴുകി വരുന്നുണ്ട് കണ്ട. യെസ്, കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം. ഇത് കണ്ട, ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത് കളർ വ്യത്യാസം വന്നൊക്കെ കണ്ട. ഇത് കണ്ട, പുല്ലിൻ്റെ ഇടയിലൊക്കെ നോക്കി. ഇനിയാണൊരു കാഴ്ച കാണിച്ചു തരാൻ പോണത്. ഇതേ കണ്ടോ, അവിടെ കണ്ട. യെസ്, അടുത്തേക്ക് പോവാം. ഇവിടെ ഏതാണ്ട് കടയൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഒരു മനുഷ്യനുമില്ലല്ലോ ഇവിടെ. ഇത് കണ്ട, ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി വന്ന ആ ഒരു സംഭവം. ബ്ലൂ സോയിലാണ് ഇതിനെ പറയുന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പച്ച കളറാണ്. ഇത് കണ്ട, ഓ അയ്യോ, ഇത് നോക്കി, ഈ ഒരു പ്രദേശം മൊത്തം ഈ കളർ മണ്ണാണ്. അങ്ങനെ നമ്മൾ കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്.
ബ്ലൂ സോയിൽ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ മൊത്തം ചെള്ള പോലെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്നറിയാമോ? കോപ്പറാണ്. അതായത് ഈ മണ്ണിൽ കോപ്പറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കളർ. ഇത് കൂടാണ്ട് മിനറൽസും ഉണ്ട്, പിന്നെ സൾഫർ ഉണ്ട്, അതുപോലെ അയൺ കണ്ടന്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഈ ഒരു മണ്ണിന് ഈ ഒരു കളർ കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ സോയിൽ എന്ന് പറയുന്നത്. അത് ഈ കളറാണ്, പക്ഷെ കാണുമ്പോൾ ഒരു പച്ച കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വെയിലില്ലാത്തതിൻ്റെ ഇരിക്കും. വെയിലും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് കണ്ടേനെ. അപ്പോൾ ഇതാണ് ഫിലിപ്പീൻസിലെ സഗാഡയിലെ പ്രശസ്തമായ ബ്ലൂ സോയിൽ എന്നറിയപ്പെടുന്നത്. എന്നാലും ഭയങ്കര രസമുണ്ട്. ഇവിടെ ഫുള്ള് മറ്റേ ചെളിയായിട്ട് കിടക്കുകയാണ്. നടക്കുമ്പോൾ ഇങ്ങനെ തെന്നിപ്പോട്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. എന്തായാലും കൊള്ളാം. നമ്മൾ വ്യത്യസ്ത തരം പ്രതിഭാസങ്ങൾ പോയി കാണാറുണ്ട്. നമ്മൾ ഇന്തോനേഷ്യയിൽ ജാവ ഐലൻഡിൽ ഇജൻ വോൾക്കാനിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ബ്ലൂ ഫയർ കണ്ടു നമ്മൾ. നിങ്ങൾ ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അത് ലോകത്തെ ഏറ്റവും റെയറായിട്ടുള്ള സംഭവമാണ്. അത് സൾഫർ, അതൊരു അഗ്നിപർവ്വതമാണ്. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് സൾഫർ വരുന്നുണ്ടായിരുന്നു. സൾഫർ വരുമ്പോൾ ഓക്സിജനായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കത്തും. അപ്പോൾ ബ്ലൂ കളറിലൊരു തീയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പകൽ കാണില്ല, രാത്രി മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ വെളുപ്പിനെ പോയി ആ സംഭവം കണ്ടു. സൾഫർ ഉള്ളതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് പോയി കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ കണ്ടത്. അത് ഈ ഭൂമിയിലൊരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമാണ്. ഭയങ്കര റെയറായിട്ടുള്ള സംഭവമാണ്. അതേപോലെ ഒരു സംഭവം കൂടിയാണ് ഇത്, ബ്ലൂ സോയിൽ. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വല്ല അഗ്നിപർവ്വതം ഉണ്ടായിരുന്ന ഈ സൾഫറും കോപ്പറൊക്കെ ഇത്രയും മിക്സ് ചെയ്ത് കിടക്കണമെങ്കിൽ ഇവിടെ ഇനി ഖനനം ചെയ്യാവോ? അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഫിലിപ്പീൻസിൻ്റെ നോർത്ത് സൈഡ്, മനിലേക്കുള്ളതിൻ്റെ നോർത്ത് സൈഡ് സഗാഡ മൗണ്ടൻ പ്രൊവിൻസിലോട്ട് വന്നാൽ ഇത് കാണാം. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശരിക്കും നമുക്ക് സമാജിങ് കേവും, അടുത്ത് പോകുന്ന സമാജിങ് കേവ് എന്ന് പറയുന്ന കേവാണ്. അത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് മറ്റേ ഹാങ്ങിങ് കോഫിൻസും ബ്ലൂ സോയിലും എല്ലാം ഒന്നിച്ച് കാണാമെന്നേ ഉള്ളൂ. ഇത് കണ്ട, ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കട്ടിയുള്ള കളറാണുള്ളത്. താഴത്തോട്ട് വരുമ്പോൾ ഇതുപോലെ വൈറ്റായി വരുന്നുണ്ട്. കുത്തി നോക്കിയാലോ? ഓ ഇല്ലട്ടോ, അതിൻ്റെ അടിയിലോട്ടും ഇതേ കളർ തന്നെ. ഇതുണ്ട, ദേ കണ്ട, കോപ്പറണങ്ങിയ മണ്ണ്. എൻ്റെ പൊന്നു, ഇവിടെ മൊത്തം പശു വന്നിട്ട് ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളറ് മാറി. ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ഫുള്ള് പൈൻ മരങ്ങളാണ് ചുറ്റും. അതിൻ്റെ നടുക്കുള്ളൊരു പ്രദേശമാണ് ഇങ്ങനെ ആയേക്കണം. ഇവിടെ ആ മഴ പെയ്തിട്ടേ ഈ ബ്ലൂ സോയിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതാണ് നമ്മൾ വന്നപ്പോൾ കണ്ടത്. കണ്ട, നേരെ അങ്ങ് പോവാണ്. ഇതേ മൊത്തം ചെളിയാണ്. ഇത് നോക്കി. പക്ഷേ ഇതിനകത്ത് ചവിട്ടുമ്പോൾ ചെളിയിലാണെന്ന് നമുക്ക് ഉള്ള തോന്നലില്ല. ഇത് നോക്കി, സംഭവം മണ്ണും ചെളിയൊക്കെയാണ് കാണുന്നത്. പക്ഷെ കളറ് വേറെ ആയതുകൊണ്ട് ചെളിയായെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തിലോ ചവിട്ടി. യെസ്, അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം പയ്യെ. നമ്മളെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംഭവം കിട്ടി. ഇതാണ് ബ്ലാക്ക് മഷ്റൂം. ഇത് കണ്ട, നോക്കി, പുള്ളി അവിടെ വേറെ കുറേ സാധനങ്ങൾ പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിറ്റ് മൊത്തം കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള ഫുഡായി. കണ്ട, ബ്ലാക്ക് മഷ്റൂം കണ്ടിട്ടുണ്ട്. ഇതും കഴിക്കുന്ന തന്നെയാണ് കേട്ടോ, ഭക്ഷണമാക്കുന്നതാണ്. കണ്ട, അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വൈൽഡ് സ്ട്രോബെറിയൊക്കെ ഉണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. വേറെ കുറേ മഷ്റൂം നമ്മൾ കണ്ടില്ലേ, ഇത് കണ്ട, ഇത് കഴിച്ചാൽ മതി, പിന്നെ പരലോകത്തേക്ക് പോകാം. ഇത് കണ്ട, ഇത് പോയിസണസാണ്, വിഷാംശമുള്ളതാണ്. ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. കണ്ട, ഇതാണ് ആ ഒരു സംഭവം. ഓക്കെ, എന്തോലേക്ക് ഇരിക്കണല്ലോ, കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലോ. കണ്ട, വിഷാംശമുള്ള മഷ്റൂമാണ്. ഇവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇറ്റ്സ് സെയിം ഡിഫറെൻറ്റ്. പല പല ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കത് അറിയാം ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, കഴിക്കാൻ പാടില്ലാത്തത്. അങ്ങനെ നമ്മുടെ ട്രക്കിങ് വിജയകരമായിട്ട് നമ്മളിവിടെ എത്തി. സമയം 4:30, 2:30 കയറിയത്. അപ്പോൾ 2 മണിക്കൂർ എടുത്ത്. യെസ്, നമ്മൾ താഴെ എത്തി. ഇനിയിപ്പോൾ പോകുന്നത് സമാജിങ് കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവിലോട്ടാണ്. ഇടിവിട്ടോടം. അയ്യോ, ഇടിവിട്ടൊക്കെ ഉണ്ട്. ഈ മഴ പെയ്യുമ്പോൾ കേവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം വരുമെന്ന് അറിയത്തില്ല. നോക്കാം എന്ത് പറ്റുമെന്ന്. വെള്ളം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം തെന്നിയെങ്കിലും വീണില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇനി നേരെ കേവിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ കേവിൻ്റെ ഭാഗത്തെത്തി. അതാണോ ദിസ് ഈസ്? ഒയ്യോ, ഈ കാണുന്ന സംഭവം കണ്ട, അതിൻ്റെ അടിയിലോട്ട്, ഭൂമിക്കടിയിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ഡിസ്കവർ സഗാഡ. യെസ്, ഇതാണ് കവാടം. ഇവിടെ എന്തോ ബോർഡൊക്കെ ഉണ്ടല്ലോ, മാഞ്ഞു പോയാ. യെസ്, താഴത്തോട്ട് ഇറങ്ങാണ്. ഇത് കണ്ട, ഒരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ടോർച്ച് വേണം അതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ. പിന്നെ നല്ല ഷൂ അല്ലെങ്കിൽ നല്ല ചെരുപ്പ് ഗ്രിപ്പ് ഉള്ളതുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ അത് രണ്ടുമില്ല.
ഉള്ളതൊക്കെ വെച്ച് ഇറങ്ങാം. ഷൂ ഒക്കെ നനയും എന്തായാലും. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് തോന്നണം. റിമൈൻഡേഴ്സ് ടു ടൂറിസ്റ്റ് ഗൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകൾ തേടി നമ്മളിനി ഭൂമിക്കടിയിലേക്ക്. സമയം 4:45, വൈകുന്നേരം 5 മണിയാകാൻ പോകുന്നു. വൈകിട്ടാണ് മോനെ ഇറങ്ങണം. തിരിച്ച് വരുമ്പോൾ ഒരു 7 മണി എങ്കിലും ആകുമായിരിക്കും കേട്ടോ. 2 മണിക്കൂർ എടുക്കും. 4-story building. ഓക്കെ 100 meters. ഓക്കെ. Decent. അതായത് ഇത് 40 സ്റ്റോറി ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ. അതുപോലെ 800 മീറ്റർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുണ്ട് കേട്ടോ. 800 മീറ്റർ പോവും കേവിൻ്റെ മുന്നേ. 800 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 1 കിലോമീറ്ററിന് ഒരു 200 മീറ്റർക്ക് മാത്രം കുറവ് കേട്ടോ. യെസ്, ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഉള്ളിൽ ഒട്ടും വെട്ടമുണ്ടാവില്ല, അറിയാലോ കേവുകൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തലയിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യുന്നത്. ടോർച്ച് ഫുൾ സെറ്റപ്പാണ്. അതുപോലെ ഗൈഡിൻ്റെ ഒപ്പം മാത്രമേ നമ്മൾ ഇങ്ങോട്ട് വിടത്തുള്ളൂ. അപ്പോൾ അവർ ഈ സാധനമൊക്കെ നമുക്ക് തരും. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വൈറ്റ് കളറ് കല്ലുകളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അത് ഫസ്റ്റ് തിന്നുന്നത് അതായിരിക്കും. ഭയങ്കരമായിട്ട് തെന്നിപ്പോവും അത് ചവിട്ടിക്കഴിഞ്ഞാൽ. നമ്മളെങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട ഭയങ്കര വലിയ ഗുഹയുണ്ടത്. ഇരുട്ടിൻ്റെ ലോകം ഒരുക്കട്ടെ. ഇനി അങ്ങോട്ട് വെട്ടം ഇതാ അവസാനിക്കുന്നു. നാച്ചുറൽ ലൈറ്റാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ടോർച്ചുണ്ട്. അത് കൃത്രിമ വെട്ടമല്ലേ. It's one of the deepest cave here in the Luzon. Okay, one of the deepest and also the biggest cave here. Sumaging Cave is divided into 3 parts. First part is the very interesting one because this is the very dangerous. It is the very slippery part of the cave. Second part, this is where we can use our imaginations because there is the rock formation. Okay, within the rock formations we can see some other kind of footprints like those ones. And then Sumaging Cave is also known as Porn Cave because of the sexual body of humans. Okay, and then in the third part of this cave is the water areas. Okay, so in this water area we will be wet. Okay, because the water here is above human when you are lying down. Okay, your headlights, you will open it at this side. Okay. Yes. Okay. Okay, adjust ചെയ്യാം. Okay. And then if there is 3 major rules here in the cave. While we go entering this cave, all of the cell phones will be kept. Okay. No using of cell phones because we will be using our both hands. Because we need, when it is very slippery, we need to use our hands. Okay. Okay. And then if you are safe and if I am also safe. Yes. Okay. So are you ready? Yes. All right. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. അതിനകത്ത് പവർ ബാങ്കും പിന്നെ ഒരു കുപ്പി വെള്ളം നേരത്തെ എടുത്തതാണ്, പക്ഷെ ഇപ്പോൾ കാലിയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പേഴ്സ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴുള്ള ബാഗ് അത് ഞാൻ കുറച്ചും കൂടി കയറ്റി ഇവിടെ ഇട്ടു നടക്കാൻ സുഖത്തിന്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം അല്ലേ. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. 800 മീറ്ററാണ് നമുക്ക് അകത്തോട്ട് പോകാനുള്ളത്. ഇതേപോലത്തെ കുറേ കേവുകൾ ഇവിടെ ഉണ്ട് ശരിക്കും, പല ഭാഗങ്ങളായിട്ട്. ഏതാണ്ട് 60ഓളം കേവുകളുണ്ട്. അതിലേറ്റവും വലുതാണ് ഇത്. യെസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ പ്രേതബാധ ഉണ്ടെന്നോ അങ്ങനത്തെ കുറേ ടോക്കുകളും ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്ന എൻട്രൻസ്. നമ്മൾ കുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ലൈറ്റ് ഇടട്ടെ. കണ്ടോ, ലൈറ്റ് ഇട്ടാലും എന്താ കാണാൻ പറ്റുള്ളൂ. ഇനി അങ്ങ് പോവാട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള എടുക്കാം. ഇവിടെയൊക്കെ വെള്ളം കിടക്കണമൊക്കെ കുറേ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കാരണം നമുക്ക് മുമ്പ് കുറച്ച് പേര് പോയിട്ടുണ്ട്. അവരുടെ സൗണ്ടും പിന്നെ വവ്വാലിൻ്റെ സൗണ്ട് അതൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെ ഭയങ്കര സ്ലിപ്പറി ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ ഇത്തിരി വലിയ ഇതാണ്ട ഗുഹ കണ്ട, ഹെവിയാണ്. കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തെ വിടവുള്ള ഭാഗത്ത് മാത്രമേ ചവിട്ടാൻ പറ്റുള്ളൂ. ഓ ഇറ്റ്സ് വെരി എൻ്റെ മഞ്ഞളിയ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീനാണ് കേട്ടോ നടക്കാൻ. യെസ്. ഓക്കെ. ചിലത് മൂവ് ചെയ്യുന്ന സ്റ്റോണുകളാണ്. ഇത് വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ടേ ഭയങ്കരമായിട്ട് തെന്നിപ്പോവും. ഇതിപ്പോൾ ഗ്രിപ്പുള്ള ചെരുപ്പിട്ടിട്ടും കാര്യമൊന്നുമില്ല. തെന്നി വല്ല വഴിക്കും പോകാൻ സാധ്യതയുണ്ട്. അയ്യോ. ഓക്കെ. യെസ്. ഓ, ഇത് 2 കൈയും ഉപയോഗിക്കാണ്ട് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെന്നി പോകാന്ന് പറഞ്ഞാൽ ആ വഴി പോവും. ഇവിടെ നിറച്ച് വവ്വാലുണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുള്ള.
ഇരുട്ടായിട്ടാ, നമ്മുടെ വെട്ടം മാത്രമേ ഉള്ളൂ. മാർബിൾ പോലിരിക്കണ കല്ലാണ് കണ്ട. രണ്ട് കൈ പിടിച്ച് വേണം നടക്കാനായിട്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. പയ്യെ പിടിച്ച് പോരും മോനെ. അയ്യോ, നമ്മൾ കുറച്ചിങ്ങ് ഇറങ്ങി വന്നു. ഇതുണ്ട് ഇവിടുത്തെ കാഴ്ച മേളോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആ യെസ്, കണ്ട. എൻ്റെ വായിന്ന് പുകയൊക്കെ പോകുന്നു. തണുപ്പായിട്ടാ ക്ലൈമറ്റ് പറയുന്നതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. ഇതണ്ട താഴ്ത്തുന്ന ആൾക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് താഴെ ഉണ്ട്. നിറച്ച് വവ്വാലാണല്ലോ ഇവിടെ. ഇതിപ്പോൾ ഇത്രയും വലിയ ഭാഗത്ത് എത്തിയട്ടോ. താഴത്തോട്ട് പോയി ഇറങ്ങട്ടെ. ഓ, ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ട, കിടിലുണ്ട്. അവിടെ ഇവിടെയൊക്കെ കയറി പിടിച്ചാൽ ഭയങ്കര സീനാണ്. ഇത് കണ്ട, മറ്റേ വവ്വാലിൻ്റെ കാഷ്ടമാണ് മൊത്തം. കുറേ പേര് കയറി പോകുന്നതാണ്. യെസ്, ഇത് 5 മണി വരെ ഓപ്പൺ ഉള്ളൂ കേട്ടോ. രാത്രി കയറ്റത്തില്ല. നമ്മൾ 4:45 കൃത്യസമയത്ത് എത്തി. ഇതുണ്ട, എൻ്റെ വായിന്ന് പോണ പുകയാണിത്. ക്ലൈമറ്റ് മാറിയോണ്ടേ ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട് പുറത്തേക്കാളും. ഇവിടെ മോളിൽ നിന്ന് വെള്ളം വീഴുന്നു. അതാണ് ഈ നനഞ്ഞ് കിടക്കണേ. മൊത്തേ ഫുള്ള് വെറ്റായിട്ട് കിടക്കുകയാണ്. അതാണ് ഈ പ്രശ്നം. തെന്നി ഒരു വഴിയായി. അയ്യോ, കുറേ താഴത്തോട്ട് ഇറങ്ങാണ്ട്. ഇതുണ്ട, വെള്ളം വീണുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വിശാലമായ ഹോളാണ്. നമ്മൾ താഴത്തോട്ടാണ് ഇനി ഇറങ്ങണേ. ഇവിടെ കുറച്ച് ഹെവിയാണ്. ഇതുണ്ട്, നല്ല കുത്തനെയുള്ള ഇറക്കം കേട്ടോ. അയ്യോ, ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ തിരിച്ച് കയറി പോകുന്നത് കണ്ടാ. അയ്യോ, ഇനി താഴത്തോട്ട് അങ്ങോട്ട് പോകാനുണ്ട്. യെസ്, ഇവിടെ ഒരു കിടിലൻ റോക്ക് ഫോർമേഷൻ ഉണ്ട് കാണാം. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. കണ്ട, ഒരു ഇങ്ങനെയൊക്കെ ഒരു സംഭവം, ഒരു കിണർ പോലെയൊക്കെ തോന്നും. താഴത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നണം അവിടെ. വെള്ളം ഇവിടെ നോക്കി വരുന്നുണ്ട് ഇറ്റിറ്റ്. കണ്ടോ ഇവിടുത്തെ റോക്ക് ഫോർമേഷൻ നോക്കി. അയ്യോ, അടിപൊളിയല്ലേ. എന്തൊക്കെയോ രീതിയിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് അവിടെ നിന്നാണ്. അത് ലെവൽ 1 എന്നാണ് പറയണത്. ഇപ്പോൾ ലെവൽ 2 ആണ് ഇനി താഴത്തോട്ടുള്ളത്. ടോട്ടൽ 3 ലെവലുണ്ട്. അവിടെ ആൾക്കാർ കുറേ നേരം നിൽക്കുന്നുണ്ട്. ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. ആ വൈറ്റ് പാറയാണ്, വെറുതെ തെന്നി വീഴും. ഇവിടെ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഈ ഒരു കേവിൻ്റെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് പ്രഗ്നൻറ്റ് ലേഡീനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഉള്ളൊരു പാറയാണ്. ഇത് 2 ലെഗ്, പിന്നെ ഇത് ഗർഭിണിയാണ് എന്നാണ് ഇവർ പറയുന്നത്. കണ്ട, ആ രീതിയിലാണ് ഇവിടുത്തെ പാറയുടെ ഷേപ്പ് കേട്ടോ. ഇവിടുത്തെ പാറയുടെ ആ ഒരു ഷേപ്പൊക്കെ നോക്കി നിങ്ങൾ. അയ്യോ, ഇത് കണ്ട. യെസ്, അപ്പം ഇനി അങ്ങോട്ട് പോവാം അടുത്ത സ്ഥലത്തായിട്ട്. ഇനി നമ്മൾ ഷൂ ഒക്കെ ഊരണം. ഞാൻ എല്ലാം ഊരി ഇവിടെ വെച്ചു. ഇനി അങ്ങോട്ട് ചെരുപ്പില്ലാണ്ടാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് എളുപ്പം. അത് ചെരുപ്പിട്ടാൽ തന്നെ വീഴും. ഇത് കണ്ട, ഫുള്ള് വൈറ്റ് പറയാ. ഇവിടുത്തെ കാഴ്ച നോക്കി. എൻ്റെ പൊന്നു, ഇത് കണ്ട. ഓ, എന്താണ് ഷേപ്പും കളറൊക്കെ കണ്ട. ഇതിൽ കൂടി വെള്ളം വരുന്നുണ്ട്. ഇത് നോക്കി, വെള്ളം ഒഴുകി വരുന്ന നോക്കി. ഇത് കണ്ട, കണ്ട, വെള്ളം ഒഴുകി വരുന്നുണ്ട. എവിടെ നിന്നൊക്കെ വരുന്നത് ദൈവത്തിനറിയാം. എൻ്റെ മോനെ, അടിപൊളി. ഓ, നല്ല തണുത്ത വെള്ളമാവാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മ കാലി മരവിച്ച പോലെ അത്രയും തണുപ്പുണ്ട്. ഇറ്റ്സ് എ വെരി ഡീപ്പ്. നോ, ഇറ്റ്സ് ഓക്കെ. ഓൺലി നീ. ഓ, മുട്ട് വരെ ഉണ്ട്. മുട്ട് വരെ താഴ്ന്നു കേട്ടോ. ആ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്കിനിയും 2 കൈയും പിടിച്ചു വേണം പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് കൂടി ഇറങ്ങണം. ആ, ഓക്കെ, 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 യെസ്. ഓ, ഇങ്ങനെ പോണം. സ്ലോലി, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് ഈ ഒരു ഭാഗം കിടന്ന് ഉരുണ്ട് എത്തിയിരിക്കുകയാണ്. ഇനിയുണ്ട് എന്താ ഇവിടെ വലിയ തടാകം പോലെ കേട്ടോ. അതുകൊണ്ടാ നല്ല കിടിലം വെള്ളം. കുടിക്കാൻ കൊള്ളത്തില്ല. ഇവിടെ ചെരുപ്പൂരി വരുന്നത് തന്നെയാട്ടോ ഏറ്റവും നല്ലത്. കാരണം ചെരുപ്പൂരിയപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമ്മുടെ കാല് നാച്ചുറലി നല്ല ഗ്രിപ്പുള്ളതാണല്ലോ. ചെരുപ്പൂരി നടക്കുമ്പോഴാണ് ഏറ്റവും സുഖമായിട്ട് നടക്കാൻ പറ്റുന്നത്. വാവ്, ഇവിടെ ഫുള്ള് വെള്ളം. ഇതുണ്ടോ, എന്താ പറഞ്ഞ, വാവ്, തെളിനീര് വെള്ളം. പക്ഷെ കുടിക്കാൻ നല്ലതായിരിക്കില്ല, കാരണം ചെളി കലങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട, ഇവിടുത്തെ റോക്ക് ഫോർമേഷനൊക്കെ നോക്കി കണ്ട. ഓഹോ, അയ്യോ, നമ്മള് ഭൂമിക്കടിയിലാണ്. എൻ്റെ മഞ്ഞ ഇത് കണ്ട.
നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ്. യെസ്, പൊളിച്ച്. അയ്യോ പണിയായ അതേടെ ഇവിടെ വെള്ളം വീഴുന്നു. അതായത് പുറത്തും മഴ പെയ്യുന്നുണ്ട്, കേവിൻ്റെ ഉള്ളിലെത്തിയും മഴ, താഴത്തോട്ട് വെള്ളം നിറയുന്നു. ഇതുണ്ടോ അതെ? അയ്യോ പണി വേളയാ. അയ്യോ ഇത് കണ്ട, അതായത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, നല്ല ശക്തമായ മഴയുണ്ട്. അപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വന്ന് വീഴുന്നതാണ് ഈ കാണുന്നത്. കണ്ടാ, വെള്ളച്ചാട്ടം പോലെ ആയിപ്പോയി. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കണ്ടാ, ഇതിപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കൂടും, ഇപ്പോൾ ഒഴുക്ക് കൂടും. ഒഴുക്കി കൂടി തുടങ്ങി. പക്ഷേ പേടിക്കാനൊന്നും ഇല്ലയെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പ്രശ്നമില്ല, പേടിക്കേണ്ട പോരെന്ന് പറഞ്ഞ്. അതുകൊണ്ട് മുമ്പോട്ട് കിടക്കാം. അല്ലെങ്കിൽ ഇത് മൊത്തം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തായ്ലൻഡിലെ പിള്ളേർ പെട്ടുപോയ പോലത്തെ അവസ്ഥയാവോ. ഇവിടേക്കൊക്കെ നീന്തി കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. അല്ല തെളിനീര് വെള്ളം ഇതുണ്ടോ. പക്ഷെ തണുത്തും മരവിക്കോട്ടെ, എൻ്റെ കാല് മരവിക്കുന്നുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ്, രക്ഷയില്ല. പക്ഷെ മഴവെള്ളം വന്നിട്ടും വെള്ളം ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് തോന്നണില്ല. വലിയ കുഴപ്പമില്ലാന്ന് തോന്നണ്ട, ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. എന്താ വെള്ളച്ചാട്ടമാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നത് ഇതിലെയാണ്. ഇത് ഒരു വലിയ കടലാമ എന്നൊക്കെ പറയില്ല, ആമ, അതിൻ്റെ ഒരു ഷേപ്പാണ്. ഇതാണ് ഹെഡ് കണ്ടാ. അപ്പൊ അതിൻ്റെ ഒരു ഷെല്ല് ആ രീതിയിലാണ് കണ്ടാ കാണുന്നത്. വലിയൊരു ആമയുടെ ഷേപ്പാണ് ഇതിന്. ഇവിടെ ഫുള്ള് വെള്ളമാണേ. ഓ ഇത് കണ്ട, വായിന്ന് പുകയൊക്കെ പോകുന്നു തണുത്തിട്ട്. ഇത് ഞാൻ മൊബൈലിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ തലയും കുത്തി വീഴും. ഞാൻ 2 കൈ ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ. മൊബൈൽ വെക്കട്ടെ, ഇനി അവിടെ എത്തിയിട്ട് എടുക്കാം. വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല ഗ്രിപ്പുണ്ട്. വെള്ളം വന്നേടാ, ഇത് എവിടെ നിന്നൊക്കെ വരുന്നത് ഏതിനറിയാം. നല്ല ഗ്രിപ്പുണ്ട്, അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ പാറ അങ്ങനത്തെ ഒരു പാറയാണ്, നല്ല ഗ്രിപ്പുള്ള പാറയാണ്. ഓ ഇവിടെ വലിയ തടാവൊക്കെ ആണല്ലോ. ഓ ഇനി ഇങ്ങോട്ട് ഇറങ്ങണം. ഓക്കെ ഓക്കെ. ഓ ഇവിടെ ഭയങ്കര താഴ്ചയാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിലെ സൂക്ഷിച്ച് തന്നെ പോണം. യെസ്, ഇവിടെ ഭയങ്കര താഴ്ചയുണ്ട. ഈ ഭാഗത്ത് സൈഡിൽ കൂടി തന്നെ പോണം, അങ്ങോട്ട് വീണാലും താഴ്ചയുണ്ട്. ഇതൊക്കെ ഒരു ഗൈഡ് കൂടെ വന്നതിൻ്റെ ഗുണമതാ, അല്ലെങ്കിൽ അറിയാണ്ട് വല്ല കുഴിയിലും പോയി വീഴും. ദൈവമേ, അവിടെ മറ്റേ നയാഗ്ര വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലം. ഇങ്ങനെ പോണോ അല്ലേ? ഓക്കെ. ഇത് കണ്ട, നമ്മള് ഇവിടെ എത്തുമ്പോ ഇങ്ങനത്തെ കാഴ്ച കണ്ട. ഓ വെള്ളം വീണ വീഴ്ച നോക്കി. ഇനിയേ നമ്മൾ കയറി തൂങ്ങി വേണം ഇറങ്ങാനായിട്ട്. ഇവിടെ കുറെ ആൾക്കാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. ഇത് മറ്റേ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഇതുകൊണ്ടാ, വെള്ളം ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇവിടെ നിന്ന് കാണിച്ചു തരാം. കണ്ട, കയറി തൂങ്ങി വേണം നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ. കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഈ വെള്ളമൊക്കെ ഇത് എങ്ങോട്ടാ ഒഴുകി പോണേ ദൈവത്തിന് അറിയാം. ഇത് കണ്ട, കറക്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ ഒരു തട്ട് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. യെസ്, ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. നമുക്ക് അതുപോലെ ഇറങ്ങണം കേട്ടോ. ഓ നമ്മൾ ഇങ്ങനെയാണോ പോകുന്നേ? അയ്യോ ഇതെങ്ങനെ ഇറങ്ങും എന്റെ പൊന്നു. ഓ ഇതിലിറങ്ങി അങ്ങോട്ടൊക്കെ പോവാട്ടോ. കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കയറി തൂങ്ങണ്ടേ, അപ്പൊ കേറുമ്പോ മതിയായിരിക്കും. ഇത് കണ്ട, ഇതിലേ കണ്ട നമ്മൾ ഇറങ്ങി വന്ന വഴി കണ്ട. എന്റെ പൊന്ന്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്.
ഓ ഇതെന്താണ് ഷേപ്പ് ഉണ്ട്? എനിക്ക് വെള്ളം ഒഴുകി ഒഴുകി ഉണ്ടായ ഷേപ്പുകളാണ് ഈ കാണുന്നത്. ഇതേ തുമ്പി, ഇതിന്റെ ഉള്ളിൽ എങ്ങനെ തുമ്പി വന്നു? കൊള്ളാലോ. ഇവിടത്തെ റോക്ക് ഫോർമേഷൻ ഈ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇത് നോക്കി, ഭയങ്കര രസൂലേ ഇതുണ്ടോ? എന്റെ പൊന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തേ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡിസൈനെ ഇവര് കിങ്സിന്റെ കർട്ടൻ എന്നാണ് പറയുന്നത്. കർട്ടൻ ഇട്ട പോലെ ഉണ്ടല്ലേ, അതുപോലെ ഇത് കണ്ട ഇവിടെ ഒരു പാമ്പിന്റെ ഷേപ്പിലാണ് ഇങ്ങനെ ഒരു പാറ പോയിരിക്കുന്നത്. അപ്പോൾ പാമ്പിന്റെ തലയാണ് ഇത് ഈ കാണുന്നത്. കണ്ട കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് കുറേ സംഭവങ്ങൾ കാണാണ്ടെന്ന് പറയില്ലേ, പല ടൈപ്പ് ബിൽഡിങ്സിന്റെ രീതിയിലൊക്കെ. ഇതൊക്കെയാണ് കേട്ടോ ഈ പാറയുടെ ഒക്കെ ഷേപ്പ്. നോക്കി ഹോളൊക്കെ ആയിട്ട് ഇരിക്കുന്നൊക്കെ ഇതുണ്ട്. അയ്യോ എൻ്റെ അമ്മീ, എന്തൊക്കെ കാണണം. ഇവിടെ ഭയങ്കര ആഴമുണ്ടെന്ന് തോന്നുന്നു. ഇത് എതിരെ വേണം, അതിൽ വരാം. ഇവിടെ കണ്ട ആൾക്കാർ ഇതേപോലെ ഇങ്ങനെ കയറി വേണം കേട്ടോ പോകാനായിട്ട്. നമ്മൾ പക്ഷെ അതിലേ ഇങ്ങനെ കറങ്ങി ഇറങ്ങിയതുകൊണ്ടാണ്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിലേ കയറാം. ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു കയറി പോകാൻ പോകട്ടെ. അതായത് പുള്ളി പറഞ്ഞത് ഇപ്പോൾ വെള്ളം കൂടി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് അകത്തോട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് പറയണത്. അതായത് ഇനിയും പോകാം. ഇത് കണ്ട ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ പിന്നെ വെള്ളം ഒഴുകി അങ്ങ് പോകുന്നുണ്ടോ. അതുപോലെ അങ്ങോട്ടേക്കും ഉണ്ട് കേട്ടോ, ആ ഭാഗത്തോട്ടും ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇവിടം വരെ തൽക്കാലം വരുന്നുള്ളൂ. ഇവിടെ എന്താണ്ടൊക്കെ ഇരിക്കണ്ടല്ലോ. ഇതെന്താണ്? വവ്വാലാണോ? വവ്വാലാന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇവിടെയൊക്കെ വേറെ ടൈപ്പ് പാറയൊക്കെ. യെസ്. അയ്യോ, ഇത് എന്തോരം ദൂരത്തേക്കാണ് ഭൂമിയിലോട്ട് അടിയിലോട്ട് പോകുന്നതല്ലേ. പാതാളത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. പാതാളം കണ്ടിട്ടുണ്ടോ നിങ്ങളിത്? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത്, ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്ത്. ഇത് പുള്ളിയുടെ ലൈറ്റിൽ കാണുന്ന ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതാണ് അവസ്ഥ. അയ്യോ, ഒന്നും കാണത്തില്ല കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്താൽ തീർന്നു. യെസ്, നമുക്ക് പയ്യെ മേളിൽ കയറാം അല്ലേ? ആ ആ ഓക്കെ. Lean backwards. The rope should be at the center of your two. Okay, okay. Then small. Lean back. ഓക്കെ. യെസ്, പുള്ളിയപ്പോൾ കാണിച്ചു തന്നെയാണ്. ആ റോപ്പ് നമ്മുടെ സെൻറ്ററിലായിരിക്കണം. പിന്നെ എങ്ങനെയാണ് നടന്ന് കയറേണ്ടത് എന്ന് കാണിച്ചു തന്നാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കയറട്ടെ. Kasi kapag YouTube pala, watch your head. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് കയറാണ്ട, വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ട്. ഇതേ ഇതുണ്ടോ, എട്ടുകാലി ഞണ്ടാ. എട്ടുകാലില്ല, ഞണ്ട്. ഇതുണ്ടോ, ഞണ്ടൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. കൊള്ളാം. ശരിക്കും ഈ വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ടാവും കേട്ടോ. വെള്ളം ഒഴുകുന്ന ഭാഗമാണെങ്കിൽ ഓക്സിജൻ കാണും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. We don't go to the tunnel already to the other side because the water is very deep. ഓക്കെ. ഇത് കണ്ടോ, നമ്മൾ പോയപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ഇതുണ്ടോ, അതായത് നോക്കി, എൻ്റെ കാൽപാദം മാത്രമേ നനയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടി, ഇത്രയും എത്തി, മുട്ടുവരെ വെള്ളമായി. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചത്. തിരിച്ചു കയറാണ്. ആൾക്കാർ വരുന്നുണ്ട് വീണ്ടും. ഇതുണ്ടോ, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ വെള്ളം ഇല്ലായിരുന്നു. മഴ കുറഞ്ഞിട്ടുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ അളവ് കുറഞ്ഞു, വെള്ളം കുറവാണ്. കണ്ടാ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറി തിരിച്ചു പോകണം കേട്ടോ. ഇവിടെ ഈ കറുപ്പൊക്കെ കണ്ടോ, എന്താ ടാറാ? ഒന്നുമില്ല, കളറുണ്ട് ഇതിൻ്റെയൊക്കെ അല്ലേ. എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇത് കണ്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഇതിലേ പോവാണ്. വേറെ വഴിയാണ്ട, നമ്മൾ അതിലാണ് ഇറങ്ങിയെങ്കിലും നമ്മൾ ഇതിലേ പോവാണ്. ഇവിടെ മുകളിൽ വെള്ളം വീണിട്ടേ നനഞ്ഞേ
തണുത്തിട്ട് പാടില്ല മേത്ത് വെള്ളം വന്നിട്ട്. അയ്യോ, എൻ്റെ എല്ലാം നനഞ്ഞിരിക്കുക. നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു കണ്ട. ഇതിപ്പോൾ മുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കണം. നമ്മൾ കയറേണ്ട വഴി മൊത്തം വെള്ളമായി. കുത്തനെയുള്ള കയറ്റം ഉണ്ടാ. ഇത് ഇറങ്ങിയാ വന്നത്. ഒരടി തെറ്റിയാണ്ടല്ലോ പിന്നെ എവിടെ കിടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അമ്മാരി സീനായി. ഈ വെള്ളം വന്ന മഴ പെയ്താണ് പണി കിട്ടിയത്. കുഴപ്പമില്ല, വെള്ളം പോണ വഴിക്ക് മൊത്തം വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. യെസ്, അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് കേവ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, ഇപ്പോൾ സമയം 6:30 കേട്ടോ. കഥച്ചട്ടിക്കാണ്, നല്ല കയറ്റം കയറി. 6:30 ഇപ്പോൾ നമ്മൾ പുറത്തെത്തി. വെട്ടം കണ്ട് 1.5 മണിക്കൂർ എടുത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാൻ. 1.5 മണിക്കൂർ ടോട്ടൽ ഇട്ടാ. അങ്ങനെ ഞാൻ റൂമിൽ വന്നു, ഒന്ന് കുളിച്ചു. ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അവിടെ. ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തേക്കാണ്ട. ഇത് വേറൊന്നുമല്ല, ഇത് ഗ്രിൽഡ് ചിക്കനാണ്. പിന്നെ ഇത് പോർക്കിൻ്റെ ഒരു ഐറ്റമാണ്, പോർക്ക് കറി പോലത്തെ ഒരു സാധനം. പിന്നെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഈ കാണുന്ന മെനുവിൽ. യെസ്, അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. വിശന്നിട്ട് വരില്ല. സമയം 9 മണി.